ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ ഒരു ചാപ്റ്ററുമായിട്ടാണ്. അതായത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് റിലേറ്റഡ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് റിലേറ്റഡ് ആംഗിൾസ് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, അങ്ങനെ ഈ ക്വാഡ്രന്റ്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വാഡ്രന്റ്സ് തിരിച്ചറിയുക എന്നുള്ളത് അറിയണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് റിലേറ്റഡ് ആംഗിൾസ് എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് റിലേറ്റഡ് ആംഗിൾസ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസിലേക്കാണ് പോവുക. ഈ പ്രോബ്ലംസിലാണ് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ ഈസി ആയ ഒരു ടെക്നിക്കാണ് ഈ റിലേറ്റഡ് ആംഗിൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷെ ആ ടെക്നിക്ക് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ വിഷമമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ പുതുതായിട്ട് വേറൊരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്. നമ്മൾ ട്രിഗ്നോമെട്രിക് ടേബിൾസ് പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉള്ള ഏതൊക്കെയാണ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഞാൻ പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മൾ പഠിക്കും ഏതൊക്കെ 90 ഡിഗ്രി കഴിഞ്ഞാൽ അതിലേക്ക് അഗെയിൻ 90 ഡിഗ്രി കൂട്ടിയ 180 ഡിഗ്രി, പിന്നെ 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതിന്റെ വാല്യൂസിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യൂസിന്റെ വാല്യൂ എന്താണെന്നുള്ളതും ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയ ടെക്നിക്കാണ് റിലേറ്റഡ് ആംഗിൾസിൽ ഉപയോഗിക്കുന്നത്. അത് ഞാൻ വൺസ് അഗെയിൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ സ്ഥിരമായി പറയുന്നതാണ്, മുഴുവനായി കണ്ട ശേഷം മാത്രം നോട്ട് എഴുതാൻ ശ്രമിക്കുക. അത് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതുപോലെ പെന്ന് പേപ്പറും ബുക്കും ഒക്കെ വെച്ചിട്ട് മാത്രം കാണാനിരിക്കുക. കാണുന്നതോടൊപ്പം എഴുതി നോട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപേ ഓരോ ക്വാഡ്രന്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റ് എന്താണ്, അതുപോലെ തേർഡ് ക്വാഡ്രന്റ് എന്താണ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്താണെന്ന് അറിയണം. അതിനുശേഷം ഈ ഓരോ ക്വാഡ്രന്റിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ അറിയണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയണം. പിന്നെ അതിനുശേഷം 90 ഡിഗ്രി, അതുപോലെ 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി, ഈ ഡിഗ്രികളിൽ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് അറിയണം. അതിനുശേഷമാണ് നമ്മൾ റിലേറ്റഡ് ആംഗിൾ എന്താന്ന് പറയുക, അതിന്റെ പ്രോബ്ലത്തിലേക്ക് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന് അനിവാര്യമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, മനസ്സിലാക്കി വെക്കുക. എല്ലാവരും ക്ലിയർ ആയി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ട് ക്വാഡ്രന്റ് എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ക്വാഡ്രന്റ് പഠിക്കാൻ ഒന്നുമില്ല, വളരെ നിസ്സാരമായ കാര്യമാണ്. നമ്മളെല്ലാവരും ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആണ് സാധാരണ XY പ്ലെയിൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ X ആക്സിസിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഇവിടെ X ആക്സിസിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇവിടെ Y ആക്സിസിൽ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ Y ആക്സിസിൽ വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എവിടെയാണോ X ആക്സിസിലും പോസിറ്റീവ് വരുന്നത് Y ആക്സിസിലും പോസിറ്റീവ് വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെയാണ് Y ആക്സിസ് പോസിറ്റീവ്, ഇവിടെയാണ് X ആക്സിസിൽ പോസിറ്റീവ്. അങ്ങനെ വരുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ഫസ്റ്റ് ക്വാഡ്രന്റ്. അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് തിരിയുന്നതിന് എതിരെ. അപ്പൊ എവിടെയാ? ഇങ്ങോട്ടാണ് ഇത്. ക്ലോക്ക് തിരിയുന്നതിന് എതിരെ പറയുമ്പോൾ ഇങ്ങോട്ടാണ്. ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ. ഇനി അവിടുന്ന് വീണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതാണ് എന്ത്? തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ. അവിടുന്ന് വീണ്ടും ആന്റി ക്ലോക്ക് വൈസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു. ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ. അപ്പൊ ഇത്രയുള്ള ക്വാഡ്രന്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാം? വലിയ സംഭവം ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക. എക്സും വൈയും പോസിറ്റീവ് ആയി വരുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത് സെക്കൻഡ്. പിന്നെ അവിടുന്ന് വീണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്ന തേർഡ് ക്വാഡ്രന്റ്. പിന്നെ അഗെയിൻ അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ്. ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഒരു ക്വാഡ്രന്റ് തന്നിട്ട് അതിലെ ഈ ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്ത് പറയാനൊന്നും പറയില്ല. പക്ഷെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ അത് വേണം, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് നമ്മളെ 4 ക്വാഡ്രന്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരച്ചത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. എക്സും വൈയും പോസിറ്റീവ് ആയിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഒരു ആംഗിള് നമ്മൾ വരച്ചു, ഒരു റേ വരച്ചു. അപ്പോൾ ഇവിടുന്ന് റേ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് ഈ റേ ആണ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് 0 ഡിഗ്രി ആണ്. ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 0 മുതൽ 90 ഡിഗ്രി വരെ ഉള്ളതിന്റെ ഉള്ളിൽ നമുക്കൊരു ആംഗിൾ കിട്ടുകയാണെങ്കിൽ അത് എവിടെയാണെന്നാ പറയാ? ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ആണെന്നാ പറയാ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് മറ്റൊരു ഡയഗ്രാം വരച്ചു. ഇതേമാതിരി മാർക്ക് ചെയ്യുന്നു. ഇവിടെ 0 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടേക്ക് വന്നാൽ 180 ഡിഗ്രി ആയി മാറിയിട്ടുണ്ടാവും. അഗൈൻ 90 ഡിഗ്രി കൂട്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ വന്നാൽ 270 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 360 ഡിഗ്രി ആയിരിക്കും. ഇതിന് ഞാൻ മാർക്ക് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 180 ഡിഗ്രി വരും, ഇവിടെ 270 ഡിഗ്രി വരും, ഇവിടെ 360 ഡിഗ്രിയിലാവും. 0 360 ഡിഗ്രിയും ഒരേ ആക്സിസിലേക്ക് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ പറഞ്ഞെങ്ങനെയായിരിക്കും? ഒരു ഇവിടെ റേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്ന് നിന്നു, സെക്കൻഡ് ക്വാഡ്രന്റിന്റെ ഉള്ളിൽ വന്ന് നിന്നു. അപ്പൊ നമ്മൾ ആംഗിൾ എവിടുന്ന് എങ്ങോട്ടാ മെഷർ ചെയ്യാം? ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ ഉള്ളതാണ് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ തീറ്റാന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മൾ ആംഗിൾ മനസ്സിലാക്കണമെങ്കിൽ ആ ആംഗിൾ 90 കഴിഞ്ഞിട്ടുള്ള വാല്യൂ മുതലാണോ? ഒന്നെങ്കിൽ 91 ഡിഗ്രി മുതൽ 180 ഡിഗ്രി ഇൻക്ലൂഡിങ് 180 ഡിഗ്രി വരെ, അതായത് നമ്മൾ 179 ഡിഗ്രി, അത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ ആണ്. ഇനി 156 ഡിഗ്രി, അത് ഏത് ക്വാഡ്രന്റിലാന്ന് വെച്ചാലോ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഡയഗ്രാം വരച്ച് വരുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ തേർഡ് ക്വാഡ്രന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു നോക്കാം. ഇപ്പൊ നമ്മൾ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരികയാണ്. നമ്മളിത് സാധാരണ പോലെ മാർക്ക് ചെയ്യുന്നു. 0 ഡിഗ്രി ഇവിടെ ഉണ്ടാവും, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് പറഞ്ഞാൽ ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടെ ഒരു റേ ഇവിടെ വന്ന് നിന്നെന്ന് വിചാരിക്കാം. അപ്പൊ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെയുള്ളതാണ് തേർഡ് ക്വാഡ്രന്റിലെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ തീറ്റാന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ഒരു തേർഡ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. തെറ്റിക്കരുത്. 181 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെ വരുന്ന ആംഗിൾസ് ആണ് എവിടെ വരുന്നത്? തേർഡ് ക്വാഡ്രന്റിൽ വരുന്നത്. ഓക്കെ, ഇനി അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എവിടേക്ക് പോയി? ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോയി പോകും. അപ്പൊ നമ്മളവിടെ ഒരു 192 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണ് വരിക? 192 വരണമെങ്കിൽ 180 കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ 270 കഴിഞ്ഞ് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പൊ അത് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാലോ എങ്ങനെയാ വരിക? ഇപ്പൊ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിലെ ഫോർത്ത് ക്വാഡ്രന്റ് പറയുന്നത് ഇതാണ്. അപ്പൊ ഒരു ആംഗിൾ നമുക്ക് എങ്ങനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യാം? ഇവിടെയാണ് ഒരു റേ ഉള്ളത്. അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങനെ വരുന്നതാണ് ഫോർത്ത് ക്വാഡ്രന്റിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് തീറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ 0 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും, 270 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മളവിടെ ഒരു 293 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? നമുക്ക് അപ്പം അത് ഫിഗർ അല്ലെങ്കിൽ ഈ ഡയഗ്രാം മനസ്സിലേക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്കത് 292 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലുള്ളൂ. 292 പറഞ്ഞാൽ 270 കഴിഞ്ഞിട്ടുള്ളതാണ്. 270 കഴിഞ്ഞിട്ട് വരുന്നത് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാണ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പൊ 292 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും. സിമ്പിൾ അല്ലേ? ഇതാണ് ലോജിക്. ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ASTC റൂള് എന്താന്നുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഈ ASTC റൂൾ എന്താന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ASTC
സി റൂൾ. ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളായ ഒരു റൂളാണ്. നമുക്കിപ്പോൾ കോൺട്രന്റ് എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ആ കോൺട്രന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോൺട്രന്റ്. അപ്പോൾ ASTC റൂൾ എന്ന് പറയുന്നത് ഈ ഓരോ കോൺട്രന്റിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന റൂളാണ് ASTC റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ എന്നാണ്. ഓൾ, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. ഓൾ ടി ഫംഗ്ഷൻസ്, ടി ഫംഗ്ഷൻ ആർ പോസിറ്റീവ്. ടി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓൾ ടി ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. എവിടെ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇതൊക്കെ എന്തായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റില് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ASTC എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ലെറ്റർ എന്താ? എസ്. എസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈനിനെയാണ്. സൈൻ, സൈൻ. സൈനിന്റെ റെസിപ്രോക്കൽ എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊസീക്കാണ്, കൊസീക്കാണ്. അപ്പൊ സൈനും കൊസീക്കും എന്തായിരിക്കും? സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ, കാരണം സെക്കൻഡ് ലെറ്റർ ആണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബാക്കി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കോസ്, അതിന്റെ റെസിപ്രോക്കലായ സീക്ക്, അതുപോലെ ടാന്, ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട്, അതൊക്കെ എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ എന്താ? മൂന്നാമത്തെ ടി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാൻ ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാൻ. ടാനിന്റെ റെസിപ്രോക്കൽ എന്താണ്? കോട്ട്. അപ്പൊ ഈ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും തേർഡ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് സൈന്, സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക്, അതുപോലെ കോസ്, കോസിന്റെ റെസിപ്രോക്കലായ സീക്ക്, ഈ നാലെണ്ണം എന്തായിരിക്കും? ഇവിടെ തേർഡ് ക്വാഡ്രന്റില് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രന്റില് നാലാമത്തെ ലെറ്റർ എന്താ വരുന്നത്? 1, 2, 3, 4 എന്ന് പറയുന്നത് സി ആണ്. അതായത് കോസ്, കോസിന്റെ റെസിപ്രോക്കലായ സീക്ക്, കോസിന്റെ റെസിപ്രോക്കലായ സീക്ക്, ഈ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും തേർഡ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? അല്ല, ഫോർത്ത് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? തേർഡ് അല്ല, ഫോർത്ത് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ എന്തായിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് സൈന് നെഗറ്റീവ് ആയിരിക്കും, സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് നെഗറ്റീവ് ആയിരിക്കും, ടാന് നെഗറ്റീവ് ആയിരിക്കും, ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റൂളാണ് ASTC റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കുമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ വേറൊരു വഴിയും കൂടി പറഞ്ഞുതരാം. എ സിൽവർ ടീ കപ്പ്, എ സിൽവർ ടീ കപ്പ് എന്ന് പഠിക്കുക. ഒരു സെന്റൻസ്. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് വരുന്നത് എ എന്നുള്ള ഓൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഒന്നാമത്തെ ക്വാഡ്രന്റിലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സിൽവർ എന്ന് പറയുമ്പോൾ എസ് എന്നുള്ള ലെറ്ററിലാണ് തുടങ്ങുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ ലെറ്റർ ടി എന്ന് പറയുമ്പോൾ അവിടെ ടിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാന് പോസിറ്റീവ് ആയിരിക്കും, ടാനിന്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ കപ്പ് എന്നുള്ള സെന്റൻസ്, ഈ സെന്റൻസിൽ അവസാനം കപ്പ് എന്നാണ് വേർഡ്. അപ്പൊ സി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോസിനെയാണ്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആയിരിക്കും, അതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു ലോജിക്കിലൂടെ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റും. ഇത് നന്നായി പഠിച്ചു വെക്കുക. ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇനിയുള്ള, അതായത് 90 ഡിഗ്രി കഴിഞ്ഞ് വരുന്ന 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി, ഇതിലൊക്കെ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂ കാണാൻ പോവാണ്. ഏതൊക്കെ ഡിഗ്രിയിൽ?
0 ഡിഗ്രി 90 ഡിഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ടുള്ള 180 ഡിഗ്രി 270 ഡിഗ്രി 360 ഡിഗ്രി. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ മുന്നേ പഠിച്ച ASTC റൂള് അല്ലെങ്കിൽ ഓരോ ക്വാഡ്രന്റിലും ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്നുള്ള ആ ലോജിക് അറിയെങ്കിലാണ് നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സൈനിന്റെ ആണ് കണ്ടുപിടിക്കാൻ വന്നത്. സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചത്? 0 ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 0 അല്ലെങ്കിൽ 0 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിന്റെ വാല്യൂ 0 ആയിരിക്കും. സൈൻ 90 എത്രയാണ് വാല്യൂ? സൈൻ 90 1 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത എന്താ? സൈൻ 180 ആണ്. സൈൻ 180 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈൻ 180 ഇവിടെയാണ് കണ്ടുപിടിക്കുന്നത്. സൈൻ 180 എന്ന് പറയുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും? 0 ഡിഗ്രി 90 ഡിഗ്രി 180 ഡിഗ്രി ഇവിടെ എത്തിയിട്ടുണ്ടാവും. 180 ഡിഗ്രി പറയുമ്പോൾ അപ്പൊ ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇൻക്ലൂഡിങ് 180 ഡിഗ്രി സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. 180 ഡിഗ്രി അടക്കം എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ പഠിച്ച എന്താ? സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്താ വാല്യൂ വരിക എന്നാ. അത് ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്തിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്? ഇവിടെ എന്താണ്? 0 ഡിഗ്രി. 0 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 180 ഡിഗ്രി വരുന്നത്. അപ്പൊ 0 എന്താണ് സൈനിന്റെ വാല്യൂ? 0 എന്നാണ്. അപ്പൊ 180 ഡിഗ്രിയിൽ എന്ത് തന്നെയായിരിക്കും? 0 എന്നായിരിക്കും. പിന്നെ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും കിട്ടുന്നത് പോസിറ്റീവ് 0 എന്നാണ് ഇവിടെ കിട്ടുന്നത്. 0 പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ പോസിറ്റീവ് 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് സൈൻ 270. 270 പറയുന്നത് എന്തിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. 90 ഡിഗ്രിയിൽ എന്താ വാല്യൂ? സൈൻ 90 1 ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 1 കൊടുത്തു. അതിന്റെ വാല്യൂ 1 കൊടുത്തു. അവിടെ വെച്ച് നിർത്തരുത്. ഇനി 270 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? ഈ 270 ഡിഗ്രി അടക്കം 181 മുതൽ 270 ഡിഗ്രി അടക്കം ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. കാരണം തേർഡ് ക്വാഡ്രന്റില് ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 90 ഡിഗ്രിയിലുള്ള വാല്യൂ ആണ് 270 വരിക ഞാൻ പറഞ്ഞു. അതുകൊണ്ട് 1 എഴുതി. ഇനി ഇത് തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു. അപ്പൊ എന്താണ് വാല്യൂ? -1. സിമ്പിൾ ആണ്. ഇനി സൈൻ 360 ഡിഗ്രി. അപ്പൊ സൈൻ 360 പറയുമ്പോൾ കറങ്ങി എവിടെ തന്നെ എത്തി? 0 ഡിഗ്രിന്റെ അവിടെ തന്നെ എത്തി. അപ്പൊ 0 ഡിഗ്രിയില് എന്താണ് സൈനിന്റെ വാല്യൂ? 0. അതേ വാല്യൂ തന്നെയാണ് 360 0. ഓക്കെ, ഇനി നോക്കണത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. 360ഉം 0 ഒക്കെ നിൽക്കുന്നത് ഇവിടെ തന്നെ ഇവിടെ എത്താന്ന് പറയുമ്പോൾ 0ന്റെ മുകളിൽ തന്നെയാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റില് സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. കോസും സീക്കും ആണ് ഫോർത്ത് ക്വാഡ്രന്റിൽ എന്ത്? പോസിറ്റീവ്. അപ്പൊ അത് -0 ആണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്. -0 ആണ്. പക്ഷെ 0 നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് തന്നെയാ പറയാ? നമ്മൾ 0 എന്നേ പറയുള്ളൂ. നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും കൊടുക്കൂല സാധാരണ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും 0ന്റെ അവിടെ വാല്യൂവിന്റെ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സൈനിന്റെ വാല്യൂ കിട്ടിയത്. സൈനിന്റെ വാല്യൂ കിട്ടിയാല് നമുക്ക് കോസിന്റെ വാല്യൂ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ഈ ഇതേ വാല്യൂവിൽ തിരിച്ചിട്ടാ കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് cos 0ന്റെ വാല്യൂ എത്ര നമുക്ക് പഠിച്ചിട്ടുണ്ട്? 1 ആണ്. അത് നമ്മൾ 1 തരും. cos 90 എത്രയാ വാല്യൂ? 0 ആണ്. അത് നമുക്കറിയാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. ഇത് ഇവിടേക്ക് ഇട്ട് ഇത് ഇവിടേക്ക് ഇട്ട്. അതാണ് തിരിച്ചിടുക എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നേരെ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിടാൻ പാടില്ല. അതുകൊണ്ടാണ് തിരിച്ചിടുന്ന ആ ടെക്നിക്ക് ഞാൻ ഇവിടെ പറയാത്തത്. അപ്പൊ നമുക്ക് cos 0 പറഞ്ഞാൽ 1 ആണ്. cos 90 പറഞ്ഞാൽ 0 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത് cos 180 ആണ്. അപ്പൊ 180 പറഞ്ഞാൽ എന്തിന് ഓപ്പോസിറ്റ്? 0 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 0യിലെ കോസിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 180ലും 1 ആയിരിക്കും. പക്ഷെ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റില് എന്താണ് പോസിറ്റീവ്? സൈനും കൊസീക്കും മാത്രമാണ്. അപ്പൊ കോസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ കോസിന്റെ ഇവിടെ നെഗറ്റീവ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് cos 270 ആണ്. അപ്പൊ 270ൽ എത്തി. 270 പറയുന്നത് എന്തിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്? 90 ഡിഗ്രിക്ക്. cos 90ൽ എന്താ വാല്യൂ? 0 ആണ്. അപ്പൊ 270ൽ എന്തിനായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇത് നോക്കണം. തേർഡ് ക്വാഡ്രന്റ് ആണ് 270 അറിയുന്നത്. തേർഡ് ക്വാഡ്രന്റില് ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്. കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ -0 ആണ്. പക്ഷെ നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നില്ല. 0 ആയതുകൊണ്ട് സിംപ്ലി 0 തന്നെ എഴുതുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് cos 360. അപ്പൊ കറങ്ങി 360 എത്തി. 0ന്റെ മുകളിൽ തന്നെയാണ് 360 വരുന്നത്. അപ്പൊ cos 0ന്റെ വാല്യൂ എത്രയാ? 1 ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഇനി 360 എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? 360 പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണ്?
ഫോർത്ത് ക്വാഡ്രന്റിലെ കോസ് എന്താണ്? പോസിറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിലെ കോസും സീക്കും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ +1 ആണ് കിട്ടുന്നത്. +1 പോസിറ്റീവ് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ടാൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പഠിപ്പിച്ചത്? ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അതുകൊണ്ട് ഇത് ബൈ ഇത് ചെയ്താൽ 0/1 എന്ന് പറഞ്ഞാൽ എന്താ? 0. ഇനി 1/0 ഡിഫൈൻ ചെയ്തതാണോ? 0 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോട്ട് ഡിഫൈൻഡ്. ഇനി 0/-1 എന്ന് പറഞ്ഞാൽ അഗൈൻ 0, കാരണം 0നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും. ഇനി -1/0 അത് ഡിഫൈൻ ചെയ്തതാണോ? അല്ല. 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. ഇനി അഗൈൻ 0/1 +1 ആണ്, അതായത് 0/1 എന്താണ്? 0. അപ്പൊ എന്ത് കിട്ടി? ടാനിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ടാനിന്റെ വാല്യൂനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് സൈനും കോസും ആണ് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക ഈ ടേബിൾ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇവിടെ 360 ഡിഗ്രി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇനി അതിലേക്ക് ഒരു 90 ഡിഗ്രി കൂട്ടി നമുക്കിപ്പോ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 450 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ എവിടെയാ മാർക്ക് ചെയ്യാം? 450 ഡിഗ്രി എന്ന് പറഞ്ഞ. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം കറങ്ങി ഇങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ എത്രയും 360 ഡിഗ്രി. 360 ഡിഗ്രിയിലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 450 കിട്ടുന്നത്? 360 ഡിഗ്രിയിലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 450? 90 ഡിഗ്രി കൂടി. അപ്പൊ ഇവിടുന്ന് പിന്നെയും കറങ്ങി ഇവിടെ എത്തണം. അപ്പൊ ഇവിടെ ഈ 90ന്റെ മുകളിൽ തന്നെയാണ് എന്ത് വരുന്നത്? 450 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഇനി അതിലേക്ക് വീണ്ടും 90 ഡിഗ്രി കൂട്ടി വിചാരിക്കും ഇതിലേക്ക്. അപ്പൊ എത്ര വരും? 540. അപ്പൊ 540 പറഞ്ഞാൽ എവിടെയാ വരിക? കറങ്ങി തിരിഞ്ഞിട്ട് വരുമ്പോ ഇവിടെ ആയിരിക്കും എന്ത് വരിക? 540 ഡിഗ്രി വരിക. ഇവിടെ ആയിരിക്കും 540 ഡിഗ്രി വരിക. ഓക്കെ, അപ്പൊ നമ്മളെ ആക്സിസിന്റെ അതേ മുകളിൽ വരുന്ന ആംഗിൾസ് ഉണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കണം. 90 വെച്ച് ആഡ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും വലിയ വലിയ ആംഗിൾസ് ഒക്കെ. ഇനി അതുപോലെ നമ്മൾ ഇപ്പൊ ഒരു 300 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കും വരിക? 300 ഡിഗ്രി നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യാം? അപ്പൊ ഇതേ ഡയഗ്രത്തിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്യാം. 300 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ കറങ്ങി ഇവിടെ എത്തി. അപ്പൊ 270. അപ്പൊ 270 കഴിയണം 300 ആവണമെങ്കിൽ. പക്ഷെ 360 കഴിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 360 ഇടയിലാണ് വരിക. അപ്പൊ ഏകദേശം ഇവിടെ ആയിരിക്കും എന്ത് വരിക? 300 ഡിഗ്രി വരിക. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെയുള്ള ആംഗിൾ ആയിരിക്കും ഈ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ ആയിരിക്കും എന്ത്? 300 ഡിഗ്രി എന്ന് പറയുന്നത്. 300 ഡിഗ്രി. ഓക്കെ, അപ്പൊ അങ്ങനെ ആംഗിൾസ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഈ രീതിയിലാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 2 ടൈപ്പ് ആംഗിൾസിന് ഓരോ പേരുകളുണ്ട്. ആ പേരുകൾ എന്താന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാനൊന്ന് പറയാം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 90 വെച്ച് ആഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആംഗിൾസിനെ നമ്മൾ കോൺട്രന്റൽ ആംഗിൾസ് എന്ന് പറയും. അതായത് നമുക്ക് ഇപ്പം 360ലേക്ക് വീണ്ടും 90 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 450 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടി. അത് എവിടെയാണ് വരുന്നത്? 90 ഡിഗ്രീന്റെ മുകളിൽ തന്നെ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ മുകളിൽ തന്നെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്വാഡ്രന്റൽ ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ 90 ഡിഗ്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 450ലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 540. അത് വരുന്നത് ഈ 180 ഡിഗ്രീന്റെ മുകളിലാണ്. അതുകൊണ്ടാണ് അതിനെ ക്വാഡ്രന്റൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് വരുന്ന ആംഗിൾ ആണ്. ഇപ്പൊ വേറൊരു ഡയഗ്രാം വരച്ച് കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പൊ നമ്മളൊരു ഡയഗ്രാം വരച്ചു. അത് ഇവിടെ ഒരു 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത് വിചാരിക്കും. ഇവിടെ ആംഗിൾ എന്നുള്ളത് 30 ഡിഗ്രി ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് 30 ഡിഗ്രി ആണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ 360 കഴിഞ്ഞ് 390 ഡിഗ്രി എവിടെ തന്നെ വരിക? ഇതിന്റെ മുകളിലാണ് വരിക. കാരണം ഇവിടുന്ന് കറങ്ങി ഒരു പ്രാവശ്യം ഇവിടെ എത്തുമ്പോൾ എത്ര? 360 ഡിഗ്രി ആയി. 360 ഡിഗ്രിയിലേക്ക് വീണ്ടും 30 ഡിഗ്രി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 390 ഡിഗ്രി കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ ആംഗിളിനെ നമ്മൾ പറയാ കോ ടെർമിനൽ ആംഗിൾസ് എന്നാണ്. അതിന്റെ ടെർമിനൽ പോയിന്റ് വരുന്നത് 30 ഡിഗ്രീന്റെ ടെർമിനൽ റേ വരുന്നതും അതേമാതിരി 390 ഡിഗ്രീന്റെ ടെർമിനൽ റേ വരുന്നതും ഒരേ സ്ഥലത്താണ്. അതുകൊണ്ടാണ് കോ ടെർമിനൽ ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കോൺട്രന്റൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ കോ ടെർമിനൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേറ്റഡ് ആംഗിൾ എന്താണ്, അല്ലെങ്കിൽ അലൈഡ് ആംഗിൾ എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ആദ്യം ഒന്ന് പറയാം, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ്
two angles are said to be allied or related. അതിന് രണ്ട് പേരുണ്ട്. റിലേറ്റഡ് എന്ന് പറയും അല്ലെങ്കിൽ allied എന്ന് പറയും. When their sum or difference is either 0 or multiple of 90 degree. അപ്പോൾ ഒന്നെങ്കിൽ അതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം, അതല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ സം എടുക്കുമ്പോൾ 0 ആവാ അല്ലെങ്കിൽ 90 ഡിഗ്രി ആവാ, അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആവാ അല്ലെങ്കിൽ എന്താവാ 90 ഡിഗ്രി, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി ആവാ. വെറും 90 ഡിഗ്രി തന്നെ വരണമെന്നില്ല. ഇപ്പോൾ 2 × 90 180 ഡിഗ്രി, അത് മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രിയാണ്. 180 ഡിഗ്രി എന്നുള്ളത് 270 ഡിഗ്രി, അത് എന്തിനാണ് 90ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ വരാം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ് ചെയ്യുക. 30 ഡിഗ്രി എടുത്തു, ഞാൻ 30 ഡിഗ്രി എടുത്തു. പിന്നെ ഒരു 30 ഡിഗ്രി എടുത്ത് ഒരു 60 ഡിഗ്രി എടുത്ത് 30 ഡിഗ്രിയും 60 ഡിഗ്രി. അപ്പൊ അതിന്റെ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ ഈ പറഞ്ഞ മാതിരി വരുന്നുണ്ടോ? ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്താ വരിക? 60 30 കുറച്ച് 30 കിട്ടുക. അപ്പൊ അത് പറ്റൂല, ഒന്നെങ്കിൽ 0 വരണം അല്ലെങ്കിൽ 90 ഡിഗ്രി മൾട്ടിപ്പിൾ ഓഫ് 90 അങ്ങനെ വരണം. അപ്പൊ ഇത് ആഡ് ചെയ്ത് നോക്കിക്കേ, 30 ഡിഗ്രി 60 ഡിഗ്രി ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഇത് രണ്ട് ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടും. അപ്പൊ 90 ഡിഗ്രി എന്ന് കിട്ടിയാന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറയുന്നത് 90ന്റെ മൾട്ടിപ്പിൾ ആണ്. 1 × 90 ആണ് എന്ത്? 1 × 90 ആണ് 90 എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മൾട്ടിപ്പിൾ തന്നെയാണ് 90ന്റെ. അപ്പൊ അത് രണ്ടും എന്താണ്? റിലേറ്റഡ് ആംഗിൾ ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഒരു 360 ഡിഗ്രി എടുത്തു, ഒരു 90 ഡിഗ്രി എടുത്തു. 360 ഡിഗ്രി ഒരു 90 ഡിഗ്രി എടുത്ത്. അപ്പൊ ഇത് ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ 90ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടോ? ഒക്കെ കുറച്ചാൽ നമുക്ക് 90ന്റെ മൾട്ടിപ്പിൾ കിട്ടും, 270 കിട്ടും. ഇത് കുറച്ചാൽ 270 എന്ന് കിട്ടും. 270 എന്ന് പറയുന്നത് എന്താണ്? 3 × 90 ആണ്, 90 ഡിഗ്രിയാണ്. ഇനി ഇത് ആഡ് ചെയ്താലോ? 360 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 450 ഡിഗ്രി എന്ന് കിട്ടും. അതും എന്ത് തന്നെയാണ്? 90ന്റെ മൾട്ടിപ്പിൾ ആണ് 450 എന്ന് പറയുന്നത്. 5 × 90 ഡിഗ്രിയാണ്, 5 × 90 ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലൈഡ് അല്ലെങ്കിൽ റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ആംഗിൾസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ അത് മറന്നു പോയത്. ഈ ഒരു ട്രിക്ക് നമുക്ക് 450 ഡിഗ്രി എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റി? 5 × 90 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റി. ഇനിയിപ്പോ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലംസിലേക്ക് പോകുമ്പോൾ ഒരു 420 ഡിഗ്രി എന്നാണ് തന്നു വിചാരിക്കുക. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? അലൈഡ് ആംഗിൾ ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമുക്ക് 4 × 90 എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടി? 4 × 90 എന്ന് എഴുതിയാൽ 4 × 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 കിട്ടി. 360ലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 420 കിട്ടുന്നത്? എത്ര ഡിഗ്രി ആഡ് ചെയ്യണം 420 കിട്ടണമെങ്കിൽ? 360ലേക്ക് 60 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോഴാണ് എന്താവുന്നത്? 420 ഡിഗ്രി എന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അങ്ങോട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. അപ്പൊ ഈ അലൈഡ് ആംഗിൾ എന്താണെന്നുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ള മനസ്സിലാക്കിയല്ലോ. രണ്ട് ആംഗിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മോ ഡിഫറൻസോ കാണുമ്പോൾ ഒന്നെങ്കിൽ 0 കിട്ടണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 90 കിട്ടണം. അങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലൈഡ് ആംഗിൾ അല്ലെങ്കിൽ റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അലൈഡ് ആംഗിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതില് ആ ഫോർമുല പഠിക്കുന്നത് നമ്മൾ റിഡക്ഷൻ ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫോർമുല എല്ലാവരും ബൈഹാർട്ട് പഠിച്ചിരിക്കണം. ഈ ഫോർമുല അറിയില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സെറ്റ് ഫോർമുല പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഫോർമുലയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ആദ്യത്തെ സെറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് സൈൻ ഓഫ് n × 90 ± തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ, പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ. അത് എപ്പോഴാണ് സൈൻ കോസ് ആവുക? n-ന്റെ വാല്യൂ ഓഡ് ആവുമ്പോൾ, n-ന്റെ വാല്യൂ ഓഡ് നമ്പർ ആവുമ്പോൾ. അപ്പൊ ഞാൻ ഈ പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഫുള്ള് n-ന്റെ വാല്യൂ ഓഡ് നമ്പർ, ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ.
n-ന്റെ വാല്യൂ ഒറ്റ സംഖ്യ ആകുമ്പോഴാണ് പറയുന്നത്. ഇനി ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് കണ്ടിട്ട് എപ്പോഴും അത് രണ്ടും കൂടി ഒരുമിച്ച് വരില്ല. ഒന്നെങ്കിൽ പ്ലസ് തീറ്റ എന്നായിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ 30 ഡിഗ്രി ഇപ്പൊ ഇവിടെ ഒരു 2 × 90 + 30 അങ്ങനെ ആയിരിക്കും നമ്മളെ പ്രോബ്ലത്തിൽ വരുമ്പോൾ ഉണ്ടാവുക. അപ്പൊ തീറ്റ എന്നല്ല ഉണ്ടാവുക പ്രോബ്ലത്തിൽ. തീറ്റ എന്നുള്ള പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഇവിടെ തീറ്റ എന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതൊരു അക്യൂട്ട് ആംഗിൾ ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ടൈംസ് ആണ് എന്നുള്ള 2 × 90 ആണോ 1 × 90 ആണോ അല്ലെങ്കിൽ 5 × 90 ആണോ അങ്ങനെയുള്ള ആ നമ്പർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് n എന്ന് പറയുന്നത്. ആ n തന്നെ n ഓഡ് ആവുമ്പോഴുള്ള കേസാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സെറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ n ഓഡ് ആകുമ്പോൾ സൈൻ എന്തായിട്ടാണ് മാറുക? കോസ് ആയി മാറും. കോസ് ഓഫ് ഇവിടെ വരുന്ന അക്യൂട്ട് ആംഗിൾ കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഇവിടെ പ്ലസ് ഓർ മൈനസ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ പ്ലസ് ആണോ മൈനസ് ആണോ നമ്മൾ മനസ്സിലാക്കണം പ്രോബ്ലം നോക്കിയിട്ട്. ഞാൻ ഇപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുമെന്നല്ല ഉദ്ദേശിച്ചത്. അതിൽ ഏതെങ്കിലും ഒരു ചിഹ്നം വരാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന ഈ സൈൻ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പൊ സൈന് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സൈന് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. സൈന് ഇതിപ്പോ ഇവിടെ ആംഗിൾ വരുന്നത് ഒരു തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഇവിടെ എന്തായി മാറും? നെഗറ്റീവ് ആയി മാറും. അപ്പൊ അതാണ് നോക്കേണ്ടത്. ഇവിടെ ഉള്ള ഇത് ആംഗിളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സൈൻ ഓഫ് ഈ ബ്രാക്കറ്റിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഈ ആംഗിൾ വരുന്നത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം. ഇത് വരുന്ന ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതിപ്പോ മനസ്സിലാക്കേണ്ട എങ്ങനെയാ? സൈൻ എന്തായി മാറി? കോസ് ആയി മാറി. ഇവിടെ അക്യൂട്ട് ആംഗിൾ ആണ്, അതാണ് തീറ്റ എന്ന് കൊടുത്തത്. ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് കൊടുത്തത് അത് ഏത് ക്വാഡ്രന്റ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത്തേത് നമ്മൾ എന്താ? കോസ് ഓഫ് n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സൈൻ തീറ്റ. ഇതേ ലോജിക്ക് തന്നെയാണ് വരിക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ക്വാഡ്രന്റിൽ വരുന്നു ഈ ആംഗിൾ എന്നുള്ളത് നോക്കണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുക. ഇനി ഇത് n ഓഡ് നമ്പർ ആവുന്ന കേസാണ് ഞാൻ ഈ പറയുന്നത് കംപ്ലീറ്റ്. അപ്പൊ n ഓഡ് ആകുമ്പോൾ കോസ് എന്താവും? സൈൻ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് ടാൻ ഓഫ് n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. അപ്പൊ എന്തായി മാറും? പ്ലസ് ഓർ മൈനസ്. അത് പ്ലസോ മൈനസോ ആവാം. അത് ഏത് ക്വാഡ്രന്റിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ടാൻ എന്തായിട്ടാണ് മാറുക? കോട്ടായിട്ടാണ് മാറുക. കോട്ട് തീറ്റ. ഇവിടെ ഉള്ള അക്യൂട്ട് ആംഗിൾ കോട്ട് തീറ്റ. ഇനി ഇത് മൂന്നെണ്ണം അറിയുന്നത് തന്നെ നമുക്ക് എല്ലാം അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അടുത്ത മൂന്നെണ്ണം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അടുത്ത മൂന്നെണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കൊസീക് ഓഫ് n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നാണ് വിചാരിക്കുക. കൊസീക് എന്തായിട്ടാണ് മാറുക? പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അത് ഏത് ക്വാഡ്രന്റിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. കൊസീക് എന്തായിട്ടാണ് മാറുക? സീക്ക് ആയിട്ടാണ് മാറുക. അക്യൂട്ട് ആംഗിൾ എന്താ ഇവിടെ? തീറ്റ. അപ്പൊ സീക്ക് തീറ്റ. ഇനി അടുത്തത് എന്താണ്? സീക്ക് ഓഫ് n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ആണ്. അപ്പൊ സീക്ക് എന്തായിട്ടാണ് മാറുക? കൊസീക്ക് ആയിട്ടാണ് മാറുക. പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അത് ഏത് ക്വാഡ്രന്റിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അത് എന്തായിട്ട് മാറും? കൊസീക്ക് തീറ്റ. ഇത് ഇങ്ങനെ ബയാട്ട് പഠിക്കണം. n ഓഡ് ആകുമ്പോൾ സീക്ക് എന്തായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ n ഓഡ് ആകുമ്പോൾ കൊസീക്ക് എന്തായിട്ടാണ് മാറുന്നത്, n ഓഡ് ആകുമ്പോൾ ടാൻ എങ്ങോട്ടാണ് മാറുന്നത്, അത് നമ്മൾ ബയാട്ട് അറിഞ്ഞിരിക്കണം. ഈ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് ഓഫ് n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഇവിടെ കുത്തിട്ട് കണ്ടിട്ട് കുത്ത് നല്ല പോയിന്റ് ഒന്നും വായിക്കരുത്. n × എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കോട്ട് എന്തായിട്ടാണ് മാറുക? അപ്പൊ അത് പ്ലസോ മൈനസോ ആവാം. അത് നമ്മൾ ഏത് ക്വാഡ്രന്റിലാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി കോട്ട് എന്തായിട്ടാണ് മാറുന്നത്? കോട്ട് ടാൻ ആയിട്ടാണ് മാറുക. ടാൻ തീറ്റ. ടാൻ തീറ്റ. അപ്പൊ ഇതൊക്കെ വരുന്നത് ഏത് കേസിലാ? ഇതൊക്കെ വരുന്നത് എന്താകുമ്പോഴാണ്? n is odd. n is odd. n ന്റെ വാല്യൂ ഓഡ് ആവുമ്പോൾ, ഓഡ് ആവാൻ 1 × 90 അല്ലെങ്കിൽ 3 × 90 5 × 90 അല്ലെങ്കിൽ 7 × 90 13 × 90 15 × 90 അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് ഈ പറഞ്ഞ കേസിൽ വരിക. n ഓഡ് ആവുമ്പോഴുള്ള കേസാണ് ഈ പറഞ്ഞത്. തെറ്റിക്കരുത്. n ഓഡ് ആവുമ്പോൾ. ഇനി n ഈവൻ ആവുമ്പോഴുള്ള കേസ് അത് ബയാട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇഫ് n is even, n ന്റെ വാല്യൂ ഈവൻ നമ്പർ ആവുക, അതായത് 2 0 2 4 6 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്, ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്.
ടാനിന്റെ വാല്യൂ ഈവൻ നമ്പർ ആവുള്ള കേസാണ്. എന്ന് ഇതേപോലെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. അപ്പൊ എന്തായിരിക്കും വരിക? പ്ലസ് ഓർ മൈനസ് ഏത് ക്വാഡ്രന്റിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. n ഈവൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണു കൂട്ടി എഴുതാം. അവിടെ ഫംഗ്ഷൻ സൈൻ ആണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ തന്നെ ആയിരിക്കും കിട്ടുക. സൈൻ ആണെങ്കിൽ സൈൻ തീറ്റ. അപ്പൊ രണ്ടാമത്തെ എന്തായിരിക്കും? കോസ് ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. അപ്പൊ n ഈവൻ ആണെങ്കിൽ കോസ് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ കൂടി എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ. പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ. ഇനി അടുത്തത് ടാൻ ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ. അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഏത് ക്വാഡ്രന്റിൽ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. സൈന് ടാൻ എന്ത് തന്നെയായിരിക്കും വരിക? ടാൻ തീറ്റ തന്നെയാണ് വരിക. ടാൻ തീറ്റ ഈവൻ ആകുമ്പോ അതേ ഫംഗ്ഷൻ തന്നെയാണ് വരിക, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ അടുത്തത് എന്താണ് വരിക? കൊസീക് ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്തായിരിക്കും വരിക? പ്ലസ് ഓർ മൈനസ് കൊസീക് തീറ്റ. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത അഞ്ചാമത്തെ എന്തായിരിക്കും? സീക് ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സീക് തീറ്റ. അത് തന്നെ അതേ ഫംഗ്ഷൻ തന്നെ വരും, സീക് തീറ്റ. ലാസ്റ്റ് വൺ എന്തായിരിക്കും? കോട്ട് ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കോട്ട് തീറ്റ. പ്ലസ് ഓർ മൈനസ് കോട്ട് തീറ്റ. അപ്പൊ അതിൽ ഒരു സെറ്റ് നമുക്ക് ശരിക്കും ഓർത്തിരിക്കേണ്ടതുള്ളൂ, ആദ്യത്തെ സെറ്റ്. കാരണം n ഈവൻ ആവുമ്പോ എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഇവിടെ സൈൻ ആണെങ്കിൽ സൈൻ തന്നെയാണ്, കോസ് ആണെങ്കിൽ കോസ് തന്നെയാണ്, ടാൻ ആണെങ്കിൽ ടാൻ തന്നെയാണ്, കൊസിക് ആണെങ്കിൽ കൊസിക് തന്നെയാണ്, സീക്ക് ആണെങ്കിൽ സീക്ക് തന്നെയാണ്, കോട്ട് ആണെങ്കിൽ കോട്ട് തന്നെയാണ് വരുന്നത്. ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈവൻ നമ്പർ ആവുമ്പോഴാണ് ആ കേസ് വരുന്നതെന്ന് ആലോചിച്ചിരുന്നാൽ മതി. പക്ഷെ ഇവിടെ ആകുമ്പോ ഓഡ് നമ്പർ ആവുമ്പോ സൈൻ എന്തായിട്ട് മാറുന്നു അറിയണം? കോസ് ആയിട്ട് മാറും. അതേമാതിരി തന്നെ ആ കോസ് എന്തായിട്ടാണ് മാറുക? നേരെ റിവേഴ്സ് സൈൻ ആയിട്ടാണ് മാറുക. ഇനി ടാൻ എങ്ങോട്ടാണ് മാറുന്നത്? കോട്ടായിട്ടാണ് മാറുന്നത്. ഓഡ് നമ്പർ ആകുമ്പോൾ അത് ഓർമ്മ വേണം. ടാൻ എങ്ങോട്ട്? കോട്ടായിട്ട്. അപ്പൊ അതേ കോട്ട് നോക്കി എങ്ങോട്ടാണ് മാറുക? ടാനിലേക്കാണ് മാറുക. അതേമാതിരി കൊസീക്ക് എങ്ങോട്ടാണ് മാറുന്നത്? സീക്കിലേക്കാണ് മാറുന്നത്. സീക്ക് എങ്ങോട്ടാണ് മാറുക? കൊസീക്കിലേക്കാണ് മാറുക. ഈ ഒരു ട്രിക്ക് അറിയെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഫോർമുലയാണ് നമ്മൾ റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഈ രണ്ട് സെറ്റ് ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ നോട്ട് എഴുതുമ്പോൾ റിഡക്ഷൻ ഫോർമുല എന്ന് എഴുതുക. എന്നിട്ട് ഇഫ് ഈ കേസിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് n ഈസ് ഓഡ് ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ഇവിടെ എഴുതി വെക്കുക ഇഫ് n ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ട് ഈ സെറ്റ് എഴുതി വെക്കുക. ആ സെറ്റ് എഴുതിയ ശേഷം ഇഫ് n ഈസ് ഈവൻ എന്ന് പറഞ്ഞിട്ട് ഈ സെറ്റ് എഴുതി വെക്കുക. ഈ രണ്ട് സെറ്റ് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് റിലേറ്റഡ് ആംഗിൾസിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മൾ ആദ്യം കോൺട്രൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, വളരെ ട്രിക്കിയാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ഇതാണ്. If tan theta equal to 5/12, theta lies in third quadrant. അതാണ് അവിടെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. തേർഡ് ക്വാഡ്രന്റ്. Theta lies in third quadrant. Find all other t function. Find all other t functions. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ക്വാഡ്രന്റ് വരയ്ക്കാൻ എങ്ങനെയാണ്. നമ്മൾ ഒരു ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന മാതിരി XY പ്ലെയിൻ വരച്ചു. അപ്പോൾ ക്വാഡ്രന്റ്സ് കിട്ടി. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മളോട് പറഞ്ഞത് തീറ്റ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് എന്നാണ്. അപ്പൊ നമ്മളെ ആംഗിൾ വരുന്നുണ്ടാവുക എവിടെയായിരിക്കും? തേർഡ് ക്വാഡ്രന്റിലായിരിക്കും ആംഗിൾ വരുന്നുണ്ടാവുക ഇങ്ങനെ. ഓക്കെ, അത് മനസ്സിലായല്ലോ. തേർഡ് ക്വാഡ്രന്റിലാണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇതിന്റെ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കാം. പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് എക്സ് ആക്സിസിലേക്കാണ്, ഇങ്ങോട്ടല്ല വരയ്ക്കേണ്ടത്, വൈയിലേക്കല്ല, എക്സ് ആക്സിസിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഡയഗ്രാം വരച്ച് ഒന്നും കൂടി പറയാം. ഇപ്പൊ തീറ്റ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇവിടെയാണ് ആംഗിൾ വരയ്ക്കുക. അപ്പൊ പെർപെൻഡിക്കുലർ എങ്ങോട്ടായിരിക്കും വരയ്ക്കുക? എക്സ് ആക്സിസിലേക്കായിരിക്കും, ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്. ഇപ്പൊ തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാലോ, നമ്മൾ എങ്ങനെ എക്സ് വൈ പ്ലെയിൻ വരച്ചു. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ആംഗിൾ വരച്ചു. എന്നിട്ട് പെർപെൻഡിക്കുലർ എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? നേരെ താഴോട്ട് എക്സ് ആക്സിസിലേക്കാണ് വരയ്ക്കേണ്ടത്. എപ്പോഴും എക്സ് ആക്സിസിലേക്കാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനി തീറ്റ ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാലോ, ഇത് ഇങ്ങനെ വരച്ചു. ഫോർത്ത് ക്വാഡ്രന്റ് പറഞ്ഞാൽ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആംഗിൾ എടുക്കുന്നത് അത് മാർക്ക് ചെയ്തു. പെർപെൻഡിക്കുലർ എങ്ങോട്ട് വരയ്ക്കണം? എക്സ് ആക്സിസിലേക്കാണ് വരയ്ക്കേണ്ടത്.
അപ്പൊ അത് മനസ്സിലായല്ലോ. ഏത് ക്വാഡ്രന്റിലാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്താലും നമ്മൾ ഈ തരത്തിലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് എങ്ങോട്ടാ? എക്സ് ആക്സിസിന്റെ മുകളിലേക്കാണ്. ഓക്കെ അല്ലേ? അതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മള് ഈ ഡയഗ്രം എടുക്കാനുള്ള കാരണം എന്താണ്? അവിടെ പറഞ്ഞിട്ടുണ്ട് തീറ്റ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. തീറ്റ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തേർഡ് ക്വാഡ്രന്റ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഇതിന് പേരൊക്കെ കൊടുക്കാം. ഒറിജിനൽ ഓ എന്ന് കൊടുത്തു, ഇവിടെ എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, അത് തന്നെ കൊടുക്കണമെന്നില്ല. ഇനി നമ്മൾ ഇവിടെ തീറ്റ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. തീറ്റ മാർക്ക് ചെയ്യുന്നത്. തീറ്റ മാർക്ക് ആ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ മാർക്ക് തീറ്റ. അത് എപ്പോഴും ഒറിജിനെ അടുപ്പിച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് tan theta equal to 5/12 എന്നാണ് തന്നത്. അതാണ് നമുക്ക് തന്ന കാര്യം എന്ന് പറയും. given tan theta equal to 5/12. tan theta എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിപ്പിച്ചത്? ആ ബേസിക് ഫോർമുല അറിയണം. അത് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോന്നും കണക്റ്റഡ് ആണ്. അപ്പൊ tan theta എന്ന് എന്താ നമ്മൾ പഠിപ്പിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് എതിർവശം ബൈ സമീപവശം. അതാണ് tan theta എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിലെ എതിർവശം ഏതാണ്, സമീപവശം ഏതാണ്? അത് നിങ്ങൾ പറയണം. സമീപവശം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇത് സമീപവശം അല്ലേ എന്ന് തോന്നുന്നു. ആണോ? ഞാൻ എന്താ പറഞ്ഞത്? 90 ഡിഗ്രി എവിടെയാണോ വരുന്നത് അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നമ്മൾ ഹൈപ്പോട്ടനീസ് അല്ലെങ്കിൽ കർണം എന്നാണ് പറയാറുള്ളത്. അതൊരിക്കലും സമീപവശമായിട്ട് എടുക്കരുത്. അപ്പൊ ഇതിലെ സമീപവശം എന്ന് പറയുന്നത് ഏതാണ്? ഒ എ എന്നുള്ളതാണ് നമ്മുടെ സമീപവശം, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അഡ്ജസന്റ് സൈഡ് താഴെ വരുന്ന 12 ആണ്. അവിടെ നമ്മൾ ആദ്യം 12 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഇതിൽ ഏതാ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്? ഇങ്ങനെ വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്. അവിടെ 5 എന്ന് മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് 5 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആക്സിസിലെ എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ 12 എന്ന് എഴുതിയാൽ -12 എന്ന് കൊടുക്കുക. അതേപോലെ ഈ ആക്സിസിൽ വൈന്റെ വാല്യൂസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ 5 നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ -5 എന്ന് കൊടുക്കണം. 5 എന്ന് എഴുതിയാൽ -5 എന്ന് കൊടുക്കണം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടെയാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതെങ്കിൽ പ്ലസ് മതി. കാരണം ഇവിടെ y പോസിറ്റീവ് ആണ്, ഇവിടെ x പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസ് തന്നെ മതി. ഇത് നെഗറ്റീവ് y ആക്സിസ് ആണ്, അതുകൊണ്ടാണ് -5 എന്ന് എടുത്തത്. ഇവിടെ നെഗറ്റീവ് x ആക്സിസ് ആണ്, അതുകൊണ്ടാണ് -12 എന്ന് എടുത്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ 5/12 എന്നാണല്ലോ കിട്ടിയത്, എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് കൊടുത്തു? അപ്പൊ ഇതേ ആൻസർ തന്നെ കിട്ടുമെന്നല്ലേ? നമുക്കൊന്ന് നോക്കാം. tan theta എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ പഠിച്ച ഫോർമുല എന്താ? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് -5, അതായത് AB. നമുക്ക് ആദ്യം AB ബൈ അഡ്ജസന്റ് സൈഡ് എന്താ? AO. അപ്പൊ എന്ത് വന്നു? -5 ബൈ -12. ഇപ്പൊ 2 മൈനസ് വന്നാൽ എന്താവും? മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് 5/12. അങ്ങനെയാണ് നമുക്ക് tan theta equal to 5/12 എന്ന് കിട്ടുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ മൈനസ് ഒന്നും കാണുന്നില്ല വിചാരിച്ച് കണ്ണും കൂട്ടി 5ഉം 12ഉം കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഈ ആക്സിസ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു, ഈ ആക്സിസ് നെഗറ്റീവ് ആയതുകൊണ്ട് -5 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അതർ ടി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇപ്പൊ സൈൻ കാണണം, കോസ് കാണണം, കൊസീക്ക് കാണണം, സീക്ക് കാണണം. ഇതാണ് അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാണണം? കോട്ടും കാണണം. അപ്പൊ കോട്ട് നമുക്ക് പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. tan theta അറിയെങ്കിൽ നമുക്ക് ഉടനെ cot theta എഴുതാം. എങ്ങനെയാ? tan theta നെ തിരിച്ചിട്ടാ കിട്ടുന്നത്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആണ് എന്ത്? cot theta അറിയുന്നത്. അപ്പൊ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് എന്ത്? cot theta എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചിട്ട് എന്താ കിട്ടുക? ഇത് തിരിച്ചിട്ട് എന്താ കിട്ടുക? AO ബൈ AB എന്ന് കിട്ടും. AO ബൈ AB എന്ന് കിട്ടും. അതായത് AO എന്താണ്? -12, AB എന്ന് പറഞ്ഞാൽ എന്താ? -5. അപ്പൊ 2 മൈനസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 12/5. അപ്പൊ എന്ത് കിട്ടി? 12/5. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കിട്ടി? cot theta കിട്ടി. അപ്പൊ ശരിക്കും ഇനി എന്തൊക്കെ കാണാണ്ട്? സൈന്, കോസ്, കൊസീക്ക്, സീക്ക്, ഇത്രയും കാര്യങ്ങളാണ് കാണാണ്ട്. അപ്പൊ അത് കാണണമെങ്കിൽ നമുക്ക് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഈ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇതിന്റെ ഹൈപ്പോട്ടനീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
അപ്പൊ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പൈതഗോറിയൻ തിയറം പഠിച്ചിട്ടുണ്ട്. എന്താ മലയാളം മീഡിയം ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പൊ ആ ഒരു റൂളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഒ ബി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അപ്പോൾ ഒ ബി സ്ക്വയർ ഈക്വൽ ടു ഒ എന്ന് പറഞ്ഞാൽ എത്രയാ, -12. അപ്പൊ -12 ബ്രാക്കറ്റ് കൊടുത്തിട്ട് സ്ക്വയർ ചെയ്യണം. പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാ, -5 ബ്രാക്കറ്റ് കൊടുത്ത് സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഒ ബി സ്ക്വയർ ഈക്വൽ ടു -12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആയി മാറും. അത് നമുക്ക് 144 കിട്ടും. 144 കിട്ടും. സ്ക്വയർ ചെയ്യാൻ ഞാൻ മുന്നേ പഠിപ്പിച്ചാണ് ടെക്നിക്ക്. 2ന്റെ സ്ക്വയർ എടുത്ത് 4 എഴുതി, ഇത് 2 കൂടി ഗുണിക്കുക. 1 × 2 പറഞ്ഞാൽ 2 കിട്ടും. അതിനെ ഡബിൾ ചെയ്യുക. അപ്പൊ 4 ആ 4ആണ് ഇവിടെ എഴുതിയത്. പിന്നെ 1ന്റെ സ്ക്വയർ 1. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് 144 കിട്ടി. 12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ 25 ആണ്, മൈനസ് 5ന്റെ സ്ക്വയറും 25 ആണ്. അപ്പൊ അത് 144ഉം 25 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 169 കിട്ടും. 4ഉം 5ഉം 9, 2ഉം 4ഉം 6, 1ഉം അങ്ങനെയാണ് 169 കിട്ടും. ഓക്കെ, അപ്പൊ ഒ ബി സ്ക്വയർ ആണ് 169 കിട്ടിയത്. അപ്പൊ ഒ ബി എന്തായിരിക്കും, ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √169. ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13 കിട്ടും. നമുക്ക് പ്ലസ് ഓർ മൈനസ് 13 കിട്ടും. -13ന്റെ സ്ക്വയർ ചെയ്താലും 169 ആണ്, പ്ലസ് 13ന്റെ സ്ക്വയർ ചെയ്താലും 169 ആണ്. പക്ഷേ നമ്മളിവിടെ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക +13 ആണ്. അതിനുള്ള കാരണം ഈ ഒ ബി എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് ഏത് ക്വാഡ്രന്റിൽ വന്നാലും, ഫസ്റ്റിലായിക്കോട്ടെ, സെക്കൻഡിലായിക്കോട്ടെ, തേർഡിലായിക്കോട്ടെ, ഫോർത്തിലായിക്കോട്ടെ, ഏത് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാലും പോസിറ്റീവ് ആയിട്ടേ നമ്മൾ എടുക്കുള്ളൂ. ഹൈപ്പോട്ടനസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാരണം സിൻസ് ഹൈപ്പോട്ടനസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഹൈപ്പോട്ടനസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതാണ് അതിനുള്ള റീസൺ. ഹൈപ്പോട്ടനസ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടേ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ സൈഡ് എന്ത് കിട്ടി, 13 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ട്രിഗണോമെട്രി ഫങ്ഷൻസ് കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ആയിട്ട് കാണാം. എന്താണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, നമ്മൾ സൈൻ തീറ്റ പറഞ്ഞാൽ എന്താ ഫോർമുല പഠിച്ചാൽ അത് ഓർമ്മ വേണം. എതിർവശം, അതായത് ഓപ്പോസിറ്റ് സൈഡ് എ ബി, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ ബി ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ഒ ബി. ദാറ്റ്സ് ഈക്വൽ ടു എ ബി എത്ര അവിടെ, എ ബി എന്ന് പറഞ്ഞാൽ -5 ബൈ ഒ ബി എത്രയാ 13. അപ്പൊ -5/13. അപ്പൊ സൈൻ തീറ്റ കിട്ടി. സൈൻ തീറ്റ കിട്ടിയ ഉടനെ നമുക്ക് എന്ത് ചെയ്താ, കൊസീക് തീറ്റ. സൈൻ തീറ്റനെ തിരിച്ചിട്ടാ കിട്ടുന്നതാണ് കൊസീക് തീറ്റ. അപ്പൊ തിരിച്ചിടുക ഒ ബി ബൈ എ ബി ദാറ്റ്സ് ഈക്വൽ ടു 13/-5 ദാറ്റ്സ് ഈക്വൽ ടു ഈ മൈനസ് മുകളിലേക്ക് കൊടുക്കുക. അപ്പൊ -13/5 സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് എന്താ കണ്ടത്, കോസ് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു, കോസ് തീറ്റ എന്താ നമ്മൾ പഠിപ്പിച്ചത്, adjacent side by hypotenuse. അതായത് സമീപവശം ബൈ കർണം. സമീപവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒ എ ആണ്, ഇതല്ല. ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആണ്, അത് സമീപവശമായി എടുക്കരുത്. അപ്പൊ ഒ എ ബൈ ഒ ബി. അപ്പൊ ഒ എ എന്ന് പറഞ്ഞാൽ എത്രയാ, -12/13. അപ്പൊ എന്ത് കിട്ടി, കോസ് തീറ്റ കിട്ടി. കോസ് തീറ്റ കിട്ടിയ ഉടനെ നമുക്ക് എന്ത് എഴുതാം, സീക് തീറ്റ എഴുതാം. സീക് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും വരിക, അത് തിരിച്ചിട്ടാ മതി, ഒ ബി ബൈ ഒ എ. അപ്പൊ തിരിച്ചിട്ട് എന്താ വരിക, 13/-12. ഇത് നേരെ തിരിച്ചിടുക, 13/-12. അപ്പൊ ഈ മൈനസ് മുകളിലേക്ക് കൊടുത്ത് എന്താവും, -13/12. അപ്പൊ
അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളെ ബുക്കിൽ കാണാൻ പറ്റും. അതെടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വാങ്ങിക്കുക. ഗീത വേണുഗോപാലിന്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന് പറഞ്ഞ ബുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കുക. അതില് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും. എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ചെയ്ത അതേ സിമിലർ ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? If sin theta equal to 3/5, theta lies in second quadrant, find all other t functions. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് തീറ്റ ലൈൻ ചെയ്യുന്നത്. അതായത് ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്വാഡ്രന്റ് വരച്ചു. ഇതില് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുക. ഏതാണ്? ഇതാണ് ഫസ്റ്റ്. ആന്റി ക്ലോക്ക് വൈസിൽ വന്നാൽ ഇതാണ് സെക്കൻഡ്. അപ്പൊ ഇവിടെയാണ് നമ്മളെ ആംഗിൾ വരയ്ക്കേണ്ടത്. അപ്പൊ അത് വരച്ചു. എങ്ങോട്ടാ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്? എക്സ് ആക്സിസിന്റെ മുകളിലേക്കാണ്. അപ്പൊ എക്സ് ആക്സിസിന്റെ മുകളിലേക്ക് വെച്ചു. എപ്പോഴും പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിന്റെ മുകളിലേക്കാണ്. അപ്പൊ തീറ്റ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിനൊരു പേരൊക്കെ കൊടുക്കാം. ഇവിടെ ഒ എ ബി എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി ഇതിൽ നമുക്ക് എന്താണ് തന്നത് നോക്കാം. സൈൻ തീറ്റ ആണ് തന്നത്. ഗിവൺ നമുക്ക് തന്ന കാര്യം എഴുതുക. ഗിവൺ സൈൻ തീറ്റ ഈക്വൽ ടു 3/5. സൈൻ തീറ്റ ഈക്വൽ ടു 3/5. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ചുരുക്കി എഴുതിയതാണ്. ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് തന്നെ എഴുതുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് കർണം അത് മുഴുവനായിട്ട് തന്നെ എഴുതുക. ഞാൻ ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ ബി, അതാണ് ഓപ്പോസിറ്റ് സൈഡ്. അത് 3 എന്ന് മാർക്ക് ചെയ്തു. ഇനി ഹൈപ്പോട്ടനസ് ഇവിടെയാണ്, ഒ ബി ആണ്, അവിടെ 5 എന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഏത് ക്വാഡ്രന്റിലാണെങ്കിലും ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് 5 എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക. ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടേക്കുള്ള ഈ ആക്സിസിന്റെ മുകളിലാണ് ഈ വാല്യൂസ് വരിക. നമ്മള് y ആക്സിസിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യുക. അപ്പൊ y ആക്സിസ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ 3 എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. 3 എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒ എ എന്നുള്ള വാല്യൂ ആണ്. ഒ എ എന്നുള്ള വാല്യൂ വരുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിന്റെ ഈ സൈഡിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഉള്ള കണ്ടുപിടിക്കേണ്ട വാല്യൂ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. കാരണം ഈ ആക്സിസിൽ ഇങ്ങോട്ട് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് ഓർമ്മ വേണം. അപ്പൊ നമ്മള് ആദ്യം തന്നെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഒ എ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാ. ഒ എ കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ എന്താ എഴുതാം നമുക്ക്? പൈതഗോറിയൻ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒ ബി സ്ക്വയർ, അതായത് കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ, ഒ ബി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. ഓക്കെ, ഇനി എന്താണ്? ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 5 സ്ക്വയർ ഈക്വൽ ടു ഒ എ ആണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് അറിയില്ല. അപ്പൊ ഒ എ സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 സ്ക്വയർ കിട്ടും. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് 9 എന്ന് കിട്ടി. ഈ 9 ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 25 മൈനസ് 9 ആവും. പ്ലസ് ഉള്ളത് മൈനസ് ആയി. ഈക്വൽ ടു ഒ എ സ്ക്വയർ. 25 എന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 16 ഈക്വൽ ടു ഒ എ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 16 ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 കിട്ടും. പ്ലസ് ഓർ മൈനസ് 4 കിട്ടും. ഇതിൽ ഏത് വാല്യൂ ആണ് നമ്മൾ എടുക്കുക? അത് ഈ ആക്സിസ് എന്താ ഞാൻ പറഞ്ഞത്? നെഗറ്റീവ് ആണ്. എക്സ് ആക്സിസിന്റെ വാല്യൂ നെഗറ്റീവ് ഉണ്ടാവും. 1 മൈനസ് 4. അപ്പൊ ഒ എ ഈക്വൽ ടു ഇവിടെ എഴുതിയിരുന്നു. ഒ എ ഈക്വൽ ടു -4. അതിനുള്ള കാരണം സിൻസ് തീറ്റ ലൈസ് ഇൻ ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്. തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ടാണ് നമുക്ക് -4 എന്ന് എടുക്കാനുള്ള കാരണം. അത് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ടാണ് ഈ സൈഡിൽ നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ -4 ആണെന്ന് കിട്ടി. ഇനി സൈൻ തീറ്റ അറിയുന്നത് നമുക്ക് ഉടനെ നമുക്ക് എന്ത് ചെയ്താം? കൊസീക് തീറ്റ തിരിച്ചിട്ടാ കിട്ടുന്നതാണ് കൊസീക് തീറ്റ എന്ന് പറയുന്നത്. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാല് സൈൻ തീറ്റനെ നേരെ റിവേഴ്സ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്താണ്? എ ബി ആണ്.
അതേമാതിരി ഹൈപ്പോട്ടനിസ് എന്ന് പറഞ്ഞാൽ ഒ ബി ആണ്. അപ്പൊ തിരിച്ചിട്ടാൽ ഒ ബി ബൈ എ ബി ഇപ്പൊ ഒ ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഒ ബി എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 5 ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 3. അപ്പൊ എന്താണ് കൊസീക് തീറ്റ പറഞ്ഞാൽ 5/3. സൈൻ തീറ്റനെ നേരെ തിരിച്ചിട്ട് കിട്ടുന്നതാണ് കൊസീക് തീറ്റ. ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് കണ്ടത്? കോസ് തീറ്റ ആണ് കണ്ടത്. കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്താ പഠിപ്പിച്ചത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ്. ഇതിൽ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ഒ എ ബൈ ഹൈപ്പോട്ടനിസ് ഏതാണ്? ഒ ബി. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു -4 ബൈ 5. അപ്പൊ കോസ് തീറ്റ കിട്ടിയ ഉടനെ നമുക്ക് എന്ത് എഴുതാം? കോസ് തീറ്റ കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കോസ് തീറ്റ കിട്ടിയ ഉടനെ എന്ത് എഴുതാം? സീക് തീറ്റ എഴുതാം. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റനെ തിരിച്ചിട്ടാ കിട്ടുന്നത്. അപ്പൊ എന്താക്കാം? ഒ ബി ബൈ ഒ എ. അത് നേരെ തിരിച്ചിട്ടു. ഒ ബി മുകളിലാക്കി ഒ എ താഴേക്ക്. അപ്പൊ എന്ത് വന്നു? 5 ബൈ -4. 5 ബൈ -4 വന്നു. 5 ബൈ -4. അപ്പൊ മൈനസ് മുകളിലേക്ക് കൊടുത്ത് എന്താവും? -5/4. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് കോസും കിട്ടി, സീക്കും കിട്ടി, സൈനും കിട്ടി, കോസേക്കും കിട്ടി. ഇനി എന്ത് കാണണം? ടാൻ തീറ്റ. അപ്പൊ നമ്മള് ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്താ പഠിപ്പിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? എ ബി ബൈ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ഒ എ അല്ലെങ്കിൽ എ ഒ. ഞാൻ ഒ എ എന്ന് എടുത്തു. അപ്പൊ എ ബി എന്താണ് ഇവിടെ? 3 ബൈ ഒ എ എന്താണ്? -4. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് മുകളിലേക്ക് കൊടുക്കുക. -3/4. സിമ്പിൾ അല്ലേ? ഇനി എന്ത് കാണണം? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് തിരിച്ചിട്ടാ മതി. ഒ എ ബൈ എ ബി. നമ്മൾ ടാൻ തീറ്റ തിരിച്ചിട്ടു. ഒ എ ബൈ എ ബി, അതായത് -4/3. അപ്പൊ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയിട്ട് നിങ്ങളൊന്ന് അവിടെ അതേപോലെ ചെയ്തു നോക്കുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലത്തിൽ അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഏത് കോൺട്രക്റ്റിലാണ് പറഞ്ഞത്? സെക്കൻഡ് കോൺട്രക്റ്റിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ഉണ്ടാവുക? ഞാൻ പഠിപ്പിച്ചെന്താ? സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ഉണ്ടാവുക. ബാക്കിയൊക്കെ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരങ്ങളൊക്കെ നോക്കിയേ. സൈനിന്റെ വാല്യൂ 3/5 പോസിറ്റീവ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക് തീറ്റയും പോസിറ്റീവ് ആണ്. ബാക്കി കിട്ടിയ കോസ് തീറ്റന്റെ വാല്യൂ -4/5 എന്നാണ്, മൈനസ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക് തീറ്റയും മൈനസ് ആണ്. പിന്നെ ടാൻ തീറ്റ മൈനസ് ആണ് കിട്ടിയത്. കോട്ട് തീറ്റയും മൈനസ് ആണ് കിട്ടിയത്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമേ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ തേർഡ് ക്വാഡ്രന്റിലായിരുന്നു. തേർഡ് ക്വാഡ്രന്റിലുള്ള പ്രോബ്ലത്തിൽ നമുക്ക് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ടാനും കോട്ടും പോസിറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്തായിട്ട് കിട്ടിയിട്ടുണ്ടാവും? നെഗറ്റീവ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ പറഞ്ഞ ഈ കാര്യം നോക്കി നോക്കുക, അങ്ങനെയല്ല കിട്ടിയതെന്ന്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പ്രോബ്ലംസ് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ ഇത് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവരും നന്നായി വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാലേ എക്സ്പേർട്ട് ആവുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പം വിട്ടുകളയരുത്, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ റിലേറ്റഡ് ആംഗിൾസിന്റെ പറ്റിയിട്ടുള്ള ആദ്യ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെങ്കിൽ മറക്കാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. കൂടാതെ ഈ പഠിച്ച പ്രോബ്ലംസ് ഒരുപാട് തവണ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ മറക്കാതെ അറിയിക്കുക. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.